ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ കൊടൈക്കനാൽ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ലേക്കിലോട്ടാണ് കേട്ടോ. കൊടൈക്കനാലൊക്കെ എത്തിയപ്പോഴത്തേന് തന്നെ തണുത്ത് വിറച്ചിട്ടാണ് മക്കളുടെ നിപ്പ്. രാവിലെ തന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ നിന്നപ്പോഴത്തെ ഇവരുടെ അവസ്ഥ പറയാനുണ്ടോ. കൈയൊക്കെ അങ്ങനെ എന്താ പറയുക ഫ്രീസറിൽ വെച്ച പോലെ ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴത്തുള്ളി വീഴുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെയൊക്കെ കാണാൻ. എനിക്ക് നേരിട്ട് കണ്ടിട്ട് കൊതി തീർന്നിട്ടേ ഇല്ല. ഒരു ദിവസത്തെ ട്രിപ്പായത് കാരണം ഭയങ്കര സങ്കടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലേക്കിലെത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഹോഴ്സ് റൈഡ് ഉണ്ട്, സൈക്കിൾ റൈഡ് ഉണ്ട്, ഇല്ലാത്തതില്ല. പക്ഷേ എന്തെന്നാ പറയുക, ഹോഴ്സ് റൈഡിലൊന്നും കയറാൻ സമ്മതിച്ചില്ല. പല ടൈമിൽ പല സ്ഥലത്ത് വെച്ച് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ചില സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ഈ എന്താ പറയുക, നമ്മുടെയൊക്കെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയൊക്കെ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ ഈ ഉപ്പിലിട്ടത് അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ തോന്നും. പക്ഷേ ഇവിടെ നിന്നൊന്നും ഒന്നും വേണമെന്നില്ല കേട്ടോ. എങ്ങാനും സ്നാക്സൊക്കെ വണ്ടിയിൽ കരുതിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക, വായും പൊളിച്ചിരിക്കേണ്ടി വരും. ആ അവസ്ഥയും ഒന്നും വാങ്ങി കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ കുട്ടികൾ വരെ ഇതിൽ പോകുന്നുണ്ട് കേട്ടോ. സൈക്കിളിൽ ഒരാളുണ്ടാവും പിടിച്ചും കൊണ്ട്. എന്നാലും വേണ്ട വേണ്ട വേണ്ട, അത് കാരണമുണ്ട്, ചുമ്മാതല്ല. ഒരാൾക്ക് കയറാൻ 200 രൂപയാണ്. അപ്പോൾ 2 ആൾക്ക് ഒരെണ്ണത്തിൽ കയറണമെങ്കിൽ 300 രൂപ. അങ്ങനെ ഇവിടെ ഒരു പാർക്കാണ് നമ്മുടെ എന്താ പറയുക, പറയാനും കിട്ടുന്നില്ല. അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഗോസ്റ്റ് ഹൗസ് അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. പക്ഷേ ഞങ്ങൾ വേറൊരു പാർക്കിൽ പോയ സമയത്ത് ഇതുപോലെ ഗോസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയപ്പം പേടിച്ച് വണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അവിടെയൊന്നും പോയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇഷ്ടം പോലെ സൈക്കിളുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സീസണല്ലേ, വെക്കേഷൻ ടൈമല്ലേ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടിയൊന്ന് പാർക്ക് ചെയ്യാൻ തന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എത്ര നടക്കണം എന്നറിയാം അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് എത്താൻ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്.
പിന്നെ അതിൻ്റെ 2 സൈഡ് ഉണ്ട് കേട്ടോ, ഒരു സൈഡ് മാത്രമല്ല. ഈ ഭാഗത്ത് ഇത്തിരി തിരക്ക് കുറവാണ്. അപ്പുറത്താണ് ഞങ്ങൾ കണ്ടു, അപ്പുറത്ത് ഭയങ്കര തിരക്കായിരുന്നു. നടക്കാനേ ഇമ്മ സത്യത്തിൽ നിങ്ങൾ എന്തിനാ പോന്നിക്കണത്? എൻജോയ് ചെയ്യാൻ ആണല്ലേ, അല്ലാതെ കുട്ടികളെ നോക്കാനല്ലല്ലോ. നിങ്ങളല്ലേ പറഞ്ഞേ, നിങ്ങൾ എൻജോയ് ചെയ്താൽ മതി, കുട്ടികളെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നിങ്ങൾ അതന്നെയല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. എൻ്റെ 60-ാം വയസ്സിൽ എനിക്കൊരു മാപ്പിള ഉണ്ടാണ്ട് എൻജോയ് ചെയ്യാൻ. ഞാൻ മാമാനോട് നാളെ കൊടൈക്കനാലും എൻ്റെ കുട്ടിനെ കെട്ടണം വരുവാണ് പോയി. അപ്പോൾ കുതിരപ്പുറത്ത് കയറാനോ പറ്റിയില്ല, ഒന്ന് തൊടുമെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് തൊട്ടതാണ് കേട്ടോ. എന്താണ്, കുതിരൻ്റെ ബാക്കിൽ തൊടാനുള്ള ധൈര്യമേ എനിക്കുള്ളൂ, ഫ്രണ്ടിൽ തൊടാനുള്ള ധൈര്യമില്ല. എനിക്ക് പേടിയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചോ നമ്മൾ. അപ്പോൾ ഉമ്മ എന്താ പറയുക, സത്യം പറഞ്ഞ ഉമ്മ കുട്ടികളെ നോക്കാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. വിളിച്ചപ്പോൾ വേഗം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മക്ക് പേടിയാണ് കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ ദൂരം പോകുകയാണ് പറഞ്ഞാൽ. സത്യത്തിൽ ഇത് ഉമ്മാൻ്റെ മക്കളാണോ എന്ന് ഉമ്മാൻ്റെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തന്നെ ഡൗട്ടാണ്, ഞാനാണോ പ്രസവിച്ചതെന്ന്. അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റൊക്കെ എടുത്ത് എന്താണ് വെയിറ്റിംഗ് റൂമാണിത്. പിന്നെ ഞങ്ങൾ ബോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. ക്യൂ ഒന്നുമല്ല, അവിടെ പോകാം. അവിടെ ആയിട്ടില്ല, വീരൊക്കെ പോകാനുള്ളവരാണ്. പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതൊക്കെ അവിടെ പോണം. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ വാചകം കയ്യേരി ആദ്യം ഇത് ശരിയാക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഓള് ഹെവി സൈസാ, ഓള് ഹെവി സൈസാ, മിനിമോള് ഹെവി സൈസാ. തരാ ഒരു മിനിറ്റ്. ഇത് ഇപ്പൊ കൊടൈക്കനാല് വന്നത് ഇഷ്ടപ്പെട്ടോ? മീന ഫുള്ള് ടൈറ്റാക്കിയോ? ടിക്കറ്റ് എവിടെ?
ഇതിന് ഏറ്റവും വലിയ രസം മുട്ടിനൊപ്പം വന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ധൈര്യത്തിൽ വരുന്നത്. എങ്ങടാ എങ്ങടാ ഓട്ടിന് പോകാൻ എങ്ങടാ എൻജോയ് ചെയ്യും. അല്ലേ? കുട്ടികള് ബോട്ടിന്ന് പോകും വിളിച്ചിട്ട് വരിക. സമയം നോക്കിക്കോട്ടെ അക്ക. അതവര് ഹെൽപ്പർ ബോട്ട് അവരാണ് തൊഴിയ. നമ്മളെല്ലാം തൊഴിയ.
ബോട്ടോ അനങ്ങുന്നില്ല. എന്നാൽ പിന്നെ കുറച്ച് ക്യാമറെങ്കിലും അനങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും മിക്കയും കാട്ടിയ പരിപാടിയാണ് കേട്ടത്. സെൽഫി സ്റ്റിക്ക് പിടിച്ച് 4 ആട്ടുക. അപ്പം നിങ്ങൾക്ക് അഥവാ എങ്ങാനും ബോട്ട് അനങ്ങുന്ന മാതിരി ചെറിയൊരു ഫീൽ വന്നാൽ അത് എൻ്റെ സക്സസ് ആണത്. അങ്ങനെ ഒരു ഫീൽ വരുത്താൻ കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു ഫീലും ഇല്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ചടച്ച് എൻ്റെ മോളെ കയ്യിൽ കൊടുത്തു കേട്ടോ. അങ്ങനെ അവളാണ് ഇപ്പോൾ വീഡിയോ എടുക്കണത്. അങ്ങനെ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി 10 പൈസക്ക് ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ബോട്ട് അനങ്ങുന്നേ ഇല്ല തോന്നുക നമുക്ക്. എന്താണ് നമ്മൾ വീട്ടിലൊക്കെ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു ഫീലൊക്കെ തന്നെ. പിന്നെ ഇരിക്കണത് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു അനക്കം വേണ്ടേ? നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഇളകണ്ടേ? സത്യം പറഞ്ഞാൽ ആകെ ചടച്ച് പ്രാന്തായി. വെറുതെ 500 റുപ്യ കളഞ്ഞു എന്നൊക്കെ തോന്നിയിട്ടോ. അങ്ങനെയൊക്കെ എന്തെന്നാ പറയുക, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി കയറിയവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലേക്കിൽ നിന്ന് പോവുകയാണ്. ലേക്കേ ഇനി വേണ്ട എന്നുള്ള ഇതിലാണ്. കാരണം വലിയ പോരാ, എന്താ പറയുക, ആ ഒരു ഗോസ്റ്റ് ഹൗസിൽ കയറിയിട്ടില്ല. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്നത് ഇവിടെ വരണ്ടായിരുന്നു തോന്നി. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ 500 റുപ്യ കൊടുത്തുകൊണ്ട് ബോട്ടിൽ കയറേണ്ടിയിരുന്നില്ല. വെറുതെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് കുണ കേവ്ക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് അടുത്ത നീക്കം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുമില്ല. എന്നാൽ പിന്നെ നല്ലൊരു ഹോട്ടൽ എവിടെയാണ് അതൊക്കെ തപ്പുമ്പോഴത്തേനും ഇപ്പോൾ ഈ സീസൺ ടൈം ആയത് കാരണം ഭയങ്കര ബ്ലോക്ക് ആവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊന്നും വേണ്ട, അവിടെ പോവട്ടെ, എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എൻ്റെ മോൾക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാത്ത സങ്കടമാണ് ആ കാണുന്നത്. മുണ്ടൂല എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 3 ആയിട്ടാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പം ഞങ്ങൾ പോയി വരാം. ബായ്.